തിരുക്കുടുംബം ഈജിപ്തിൽ. ഈജിപ്തിൽ വളരെ ദരിദ്രരായവർ താമസിക്കുന്ന ഒരു ചെറുഭവനത്തിലാണ് അവർ താമസിച്ചിരുന്നത്. വളരെ അത്യാവശ്യം വേണ്ട വീട്ടുസാധനങ്ങൾ മാത്രമേയുള്ളൂ. എന്നാലും അടുക്കും ചിട്ടയും ശുചിത്വവും കൊണ്ട് അവരതു സ്വർഗ്ഗതുല്യമാക്കി. മുല്ലയും റോസും അടുക്കളത്തോട്ടവും വച്ചുപിടിപ്പിച്ചു. ഏറ്റവും പ്രതാപമുള്ള രാജകൊട്ടാരത്തിലെ കാഴ്ച ഇതുപോലെ സമാധാനം നൽകുന്നില്ല. അവരുടെ ശരീരത്തിലും വസ്ത്രത്തിലും ശുചിത്വമുണ്ട്. വിനീതവും ലളിതവുമായ വസ്ത്രങ്ങളാണ് അവർ ധരിക്കുന്നത്. എന്നാൽ വളരെ വെടിപ്പുള്ളോ. തന്മൂലം ആ വസ്ത്രങ്ങളിൽ എപ്പോഴും അവർ ബഹുമാന്യരായി കണക്കാക്കപ്പെട്ടു. എളിമയുടെയും വിനയത്തിന്റെയും പരസ്പരസ്നേഹത്തിന്റെയും മാതൃകയായിരുന്നു ആ ഭവനം. ക്ഷിപ്രകോപമില്ല, കുറ്റാരോപണമില്ല, പ്രാർത്ഥനയുടെ ചൈതന്യം നിറഞ്ഞു നിന്നിരുന്ന ഭവനം. ചാരിത്ര്യം ഉപവിയോട് ചേരുമ്പോൾ വളരെയേറെ സുഹൃതങ്ങൾ അതിൽ നിന്നുണ്ടാകും. ചാരിത്ര്യശുദ്ധിയോടെ സ്നേഹിക്കുന്നവർ പരിപൂർണരായി തീരുന്നു. ആ വീട്ടിൽ അവർ പ്രാർത്ഥിച്ചു, ഇക്കാലത്തു നിങ്ങളുടെ വീടുകളിൽ പ്രാർത്ഥന വളരെ കുറവാണ്. സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ജോലി ചെയ്യുന്നു, ഭക്ഷണത്തിനിരിക്കുന്നു, ദൈവത്തെക്കുറിച്ച് ഒന്നും ചിന്തിക്കുന്നു പോലുമില്ല. ഒരു പുതിയ ദിവസം കാണുവാനിടയാക്കിയതു ദൈവമല്ലേ? തുടർന്നു ജീവിച്ച് ഒരു പുതിയ രാത്രി കാണാൻ ആയുസ്സു തന്നതും ദൈവമല്ലേ? നിങ്ങൾക്കു ഭക്ഷണം, വസ്ത്രം, വീട് തുടങ്ങിയ ആവശ്യങ്ങൾക്കെല്ലാം വേണ്ട പണം സമ്പാദിക്കാൻ നിങ്ങളുടെ ജോലിയെ അനുഗ്രഹിക്കുന്നതു ദൈവമല്ലേ? നല്ല ദൈവത്തിൽ നിന്നു വരുന്നതെല്ലാം നല്ലതാണ്. അത് ദരിദ്രമാണെങ്കിലും അധികമില്ലെങ്കിലും സ്നേഹം അതിന് രൂപവും രുചിയും നൽകുന്നു. നിത്യനായ സൃഷ്ടാവിൽ സ്നേഹമുള്ള ഒരു പിതാവിനെ കാണാൻ സഹായിക്കുന്ന ദൈവസ്നേഹം എല്ലാറ്റിനെയും തൃപ്തിയോടെ സ്വീകരിക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്നു. അവർ മിതത്വം പാലിച്ചിരുന്നു. അവർ ഒരുപക്ഷേ സമ്പന്നരായിരുന്നെങ്കിൽ പോലും ഈ ഭാവം അവർക്കുണ്ടാകുമായിരുന്നു. അവർ ഭക്ഷണം കഴിക്കുന്നതു ജീവൻ നിലനിർത്താൻ വേണ്ടിയാണ്, അല്ലാതെ ഭക്ഷണാസക്തിയെ തൃപ്തിപ്പെടുത്താനല്ല. സുഖാലസരും ഭോഗാസക്തരും എത്ര ഭക്ഷിച്ചാലും മതിയാകാത്തവരാണ്. അവർ രോഗം വരുത്തിവയ്ക്കുന്നതുവരെ ഭക്ഷിക്കുന്നു. വിലകൂടിയ ഭക്ഷണം കഴിച്ചു സ്വത്തു നശിപ്പിക്കുന്നു. ഒന്നും കഴിക്കാനില്ലാത്തവരെയും ഉപജീവനത്തിന് മാർഗമില്ലാതെ കഷ്ടപ്പെടുന്നവരെയും കുറിച്ച് അവർക്കൊരു ചിന്തയുമില്ല. തങ്ങൾ മിതത്വം പാലിക്കുന്ന പക്ഷം വിശപ്പിന്റെ വേദനയിൽ നിന്ന് അനേകരെ വിമുക്തരാക്കാം എന്ന് അവർ വിചാരിക്കുന്നില്ല. അവർ ജോലിയെ സ്നേഹിച്ചിരുന്നു. കഠിനാധ്വാനമില്ലാതെ കഴിയാമായിരുന്നെങ്കിൽ പോലും അവർ ജോലിയെ സ്നേഹിക്കുമായിരുന്നു. കാരണം ജോലി ചെയ്യുന്ന മനുഷ്യൻ ദൈവകൽപ്പനയെ അനുസരിക്കുകയും തിന്മകളിൽ നിന്നു സ്വതന്ത്രനാക്കുകയും ചെയ്യുന്നു. അനങ്ങാത്ത പാറമേൽ പൂപ്പൽ കയറിപ്പടർന്ന് അതിനെ അള്ളിപ്പിടിച്ചു പൊതിയുന്നതുപോലെ മടിയനെ തിന്മകൾ വളർന്നു പടർന്ന് ശ്വാസമുട്ടിക്കുന്നു. അധ്വാനിക്കുന്നവർക്കു ഭക്ഷണം കരമാണ്, വിശ്രമം ശാന്തവും സന്തോഷകരവുമാണ്. ജോലിയെ സ്നേഹിക്കുന്നവരുടെ ഹൃദയത്തിലും വീട്ടിലും തിന്മ വളരുകയില്ല. തിന്മയുടെ അഭാവത്തിൽ പരസ്പരം സ്നേഹം, ബഹുമാനം, മതിപ്പ് എന്നിവ വർദ്ധിക്കുന്നു. പരിശുദ്ധമായ അത്തരം അന്തരീക്ഷത്തിൽ വളരുന്ന ഇളം പൈതങ്ങൾ ഭാവിയിൽ പരിശുദ്ധമായ കുടുംബങ്ങൾ സ്ഥാപിക്കുന്ന വ്യക്തികളായിത്തീരുന്നു. ആ വീട്ടിൽ എളിമ ഭരണം നടത്തുന്നു. അഹങ്കാരികൾക്ക് എളിമയുടെ ഗുണപാഠങ്ങൾ വെറും ഭോഷത്വമാണ്. വേണമെങ്കിൽ മേരിക്ക് അഹങ്കരിക്കാൻ 1000 കാരണങ്ങളുണ്ടായിരുന്നു. ജോസഫ് തന്നെ ആരാധിക്കണമെന്നും വിചാരിക്കാമായിരുന്നു. പല സ്ത്രീകളും അഹങ്കരിക്കുന്നത് ഒന്നുകിൽ തങ്ങൾക്ക് അല്പം കൂടി വിദ്യാഭ്യാസമുണ്ട്, അല്ലെങ്കിൽ കുടുംബശ്രേഷ്ഠതയുണ്ട്, അതുമല്ലെങ്കിൽ ഭർത്താവിന്റെ കുടുംബത്തേക്കാൾ സ്വത്തുള്ള കുടുംബമാണ് തന്റേത് എന്നും മറ്റും ചിന്തിച്ചാണ്. മേരി ദൈവത്തിന്റെ മണവാട്ടിയും മാതാവുമാണ്. എങ്കിലും അവൾ ശുശ്രൂഷിക്കുന്നു. ശുശ്രൂഷിക്കപ്പെടണമെന്നു പ്രതീക്ഷിക്കുന്നില്ല. അവൾ ജോസഫിന് ശുശ്രൂഷ ചെയ്യുന്നു. അദ്ദേഹത്തോടുള്ള സ്നേഹം അവളിൽ നിറഞ്ഞു നിൽക്കുന്നു. ജോസഫാണ് കുടുംബത്തിന്റെ തലവൻ. ജോസഫിന്റെ അധികാരത്തെക്കുറിച്ചു തർക്കമില്ലായിരുന്നു. തർക്കിക്കാനാവാത്ത അധികാരം. അതിന്റെ മുൻപിൽ ദൈവത്തിന്റെ മണവാട്ടിയും മാതാവുമായ അവൾ ബഹുമാനപൂർവ്വം ശിരസ്സു നമിച്ചു. ദൈവകുമാരൻ സ്വമനസ്സാലെ തന്നെ അതിനു വിധേയനാക്കി. ജോസഫ് ചെയ്യാൻ നിശ്ചയിച്ചത് എല്ലാം നന്നായി ചെയ്തു. അതേക്കുറിച്ച് ചർച്ചയോ സൂക്ഷ്മനിരീക്ഷണമോ എതിർപ്പോ ഒന്നുമുണ്ടായിരുന്നില്ല. ജോസഫിന്റെ വാക്കായിരുന്നു ഞങ്ങളുടെ നിയമം. എങ്കിലും എത്രമാത്രം എളിമ അദ്ദേഹത്തിനുണ്ടായിരുന്നു. കുടുംബത്തലവനാണെന്ന കാരണത്താൽ അധികാരകർവോ യുക്തിഹീനമായ തീരുമാനമോ ഒന്നും ഉണ്ടായിരുന്നില്ല. തന്റെ മണവാട്ടി മാധുര്യം നിറഞ്ഞ ഉപദേശകയായിരുന്നു. മേരി തന്റെ എളിമയുടെ ആഴത്തിൽ ജോസഫിന്റെ ദാസിയായി സ്വയം കരുതിയെങ്കിൽ ജോസഫ് കൃപാവരപൂരിതയായ മേരിയിൽ നിന്ന് എല്ലാ കാര്യങ്ങളിലും പ്രകാശം തേടിയിരുന്നു.